ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സോയാബീൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞെടുത്ത് 1.5 കപ്പ് സോയാബീനുണ്ട്. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, തൈര്, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഉപ്പ് ഇത്രയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെയ്തതിന് ശേഷം നമുക്കിതിന് 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്ക് നമുക്ക് പാൻ വെച്ചതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വന്നപ്പോഴേക്ക് അതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചേർത്ത് കൊടുത്തത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഒന്ന് ചതച്ചെടുത്താണ് അതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയാണ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ അത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം 2 ടീസ്പൂണോളം ബിരിയാണി മസാലയും 1/2 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില, പുതിനയില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മസാല എല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന നമ്മൾ സോയാബീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സോയാബീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് നിന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സോയാബീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് ഞാൻ നേരത്തെ തന്നെ ബിരിയാണി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്ത് മാറ്റുകയാണ്. ഇത് മൊത്തം എടുക്കുന്നില്ല. അപ്പോൾ കുറച്ച് മാറ്റിയതിന് ശേഷം ബാക്കിയിലാണ് ഞാൻ ബിരിയാണി റെഡിയാക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില, പുതിനയില, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പാലിനകത്തിൽ മിക്സ് ചെയ്ത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും ഉള്ളി അതൊക്കെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചെറിയ തീരൊരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോയാബീൻ ബിരിയാണി വളരെ സ്വാദിഷ്ടമായ ഒരു ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.